ഞാനൊരു സെലിബ്രിറ്റിയുടെ ഡിവോഴ്സ് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയ ഒരു വാർത്ത കേട്ടിട്ട് ഞാൻ ആകെ ഡിപ്രഷനിലാണ്. ഈ സെലിബ്രിറ്റീസിന്റെ കല്യാണം, ഡിവോഴ്സ് അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ എങ്ങനെയാണ് സാധാരണക്കാരായ സ്ത്രീകളെ ബാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ പറയാറില്ല, നിങ്ങൾ സെലിബ്രിറ്റീസിന്റെ ജീവിതം അല്ലെങ്കിൽ റിയൽ ലൈഫ് കണ്ടിട്ട് അത് റിയൽ ആണെന്ന് വിചാരിക്കരുത്, അല്ലെങ്കിൽ ബിഹൈൻഡ് ദ സീന് നിങ്ങൾക്കൊന്നും അറിയില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പല ആളുകൾ വന്ന് പറഞ്ഞു കൊടുത്താലും ഇപ്പോഴും സെലിബ്രിറ്റീസിന്റെ ജീവിതത്തെ കണ്ടിട്ട് അത് ഭയങ്കര എന്തൊക്കെയോ ഒരു എന്താ പറയാ, അത് എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് എന്റെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് കേട്ടോ. ഇത് ഞാൻ വന്ന് പറയാനുള്ള മെയിൻ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കുറച്ച് ദിവസം മുന്നേ, ഒരു 2 ദിവസം മുന്നേ എൻ്റെ അടുത്ത് ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു, ഐഷ ഞാനിനി എന്റെ വീട്ടിലോട്ട് പോകൂല, എന്റെ ഹസ്ബൻഡ് എന്നെ അടിക്കുകയാണ്, എന്റെ സ്വപ്നങ്ങൾക്കൊക്കെ ആളെതിരാണ്, ആളെന്നെ ഉപദ്രവിക്കുന്നുണ്ട്, അങ്ങനെ കുറെ ആളുടെ ഫാമിലി ലൈഫിലുള്ള കുറെ ഇഷ്യൂസ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ഇനി അങ്ങോട്ട് പോകൂല എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഞാനൊരു മെമ്പറൊക്കെ ആണല്ലോ, അപ്പൊ നമ്മളതിൽ ഇന്റർഫിയർ ചെയ്യേണ്ടി വന്നു. സോ നമ്മൾ ആ പെൺകുട്ടിനെ കൊണ്ട് അവളുടെ വീട്ടിലോട്ട് പോയി. അവളുടെ വീട്ടിൽ പോയിട്ട് ഞാൻ അവളുടെ ഉമ്മടത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, അല്ലാതെ തന്നെ ഞാനൊരു സെലിബ്രിറ്റിയുടെ ഡിവോഴ്സ് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയ ഒരു വാർത്ത കേട്ടിട്ട് ഞാൻ ആകെ ഡിപ്രഷനിലാണ്, എന്റെ BP ഒക്കെ ഷൂട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇരിക്കുന്നത്, അതിന്റെ ഇടയിൽ കൂടെയാണ് ഈ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് ഇവള് വരുന്നത്, ഞാൻ എല്ലാം പാടെ എന്താ ചെയ്യാം. കാരണം ഇവരോട് ഞാൻ പറയുന്നത് അവരുടെ മകൾക്ക് തിരിച്ച് ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട് പോവാനുള്ള ഒരു ഓപ്ഷൻ പോലും ഇല്ല, പുള്ളി ഉപദ്രവിച്ചു എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഇവരോട് പറയുന്നത്. അപ്പൊ അവര് എന്നോട് പറയുന്നത് ഈ സെലിബ്രിറ്റിയുടെ, കാരണം അത്രയും നിഷ്കളങ്കരായ അല്ലെങ്കിൽ സാധുക്കളായ സ്ത്രീകൾ, അല്ലെങ്കിൽ അത്രയും എന്താ പറയാ, നമ്മളുടെ ഈ പുറം ലോകമായിട്ട് ഒരുപാട് ഈ ഒരു സെലിബ്രിറ്റി വേൾഡ് അല്ലെങ്കിൽ ഇത് എന്താണ് ഇൻഫ്ലുവൻസേഴ്സ് വേൾഡ് എന്നൊന്നും അറിയാത്ത സാധാരണക്കാരായ സ്ത്രീകളെ ഇത് വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ അവളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സമയത്ത് ഇവൾ എന്നോട് പറഞ്ഞ കുറേ ഡയലോഗ്സ് കുറച്ച് ദിവസങ്ങൾക്ക് ഇപ്പുറം, അതായത് 2 ദിവസങ്ങൾക്ക് ഇപ്പുറമാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇത്തരത്തിൽ ഡിവോഴ്സ് ആവുന്ന സെലിബ്രിറ്റീസ് പറഞ്ഞിട്ടുള്ള എന്താ പറയാ കുറേ ഡയലോഗാണ് ഇവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ സ്വപ്നങ്ങള് കാര്യങ്ങളൊക്കെ ഞാൻ ത്യാഗം ചെയ്തത് ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് ഈ ഫാമിലി കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ നേടാനായിട്ട് ശ്രമിക്കുന്നത്, ഇവരുടെ കാര്യങ്ങൾക്കൊന്നും ഞാനൊരു കുറവ് വരുത്തുന്നില്ലല്ലോ. ഇങ്ങനെ ഇവള് പറയുന്ന കുറെ കാര്യങ്ങളില് ഇവര് പറയുന്ന ഡയലോഗ്സ് ഉണ്ട്, ഇതിന്റെ ഫാക്ട്സ് ഒക്കെ നമുക്ക് ഇപ്പുറത്ത് ചെയ്യാനുണ്ട് കേട്ടോ. എന്റെ ഹസ്ബൻഡ് എന്നെ തീരെ സപ്പോർട്ടീവ് അല്ല അങ്ങനെയൊക്കെ പറയുന്ന ഭാഗത്ത് ഇവൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സെലിബ്രിറ്റീസ് ജീവിക്കുന്നത് പോലെയുള്ള ഒരു ലൈഫാണെന്നാണ് പറയുന്നത്. അപ്പൊ ഞാനൊരു എന്താ പറയാ, സെലിബ്രിറ്റി ഒന്നുമില്ലെങ്കിലും ഞാൻ യൂട്യൂബിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു വീഡിയോ ചെയ്യുന്ന ഒരു സാധാരണ വ്യക്തിയാണ്, ഞാനൊരു മെമ്പറാണ്. അപ്പൊ നമ്മളുടെ അടുത്ത് സ്വാഭാവികമായിട്ടും പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ ഹസ്ബൻഡിന്റെ അല്ലെങ്കിൽ നിന്റെ ഹസ്ബൻഡ് നിന്നെ ഇവിടം വരെ കൊണ്ടെത്തിച്ചു, പുള്ളി സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നീ ഇവിടെ എത്തി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതില് എന്നിട്ട് ഓൾ എൻ്റെ അടുത്ത് കമ്പയർ ചെയ്യുന്ന സമയത്ത് പറയുന്ന അവരുടെ ലൈഫ് വെച്ച് കമ്പയർ ചെയ്യുന്ന ടൈമിൽ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു സപ്പോർട്ടും എനിക്ക് എൻ്റെ ഹസ്ബൻഡിന്റെ അടുത്ത് കിട്ടാറില്ല എന്നുള്ളത്. ആൻഡ് നമ്മള് ഒത്തുതീർപ്പ് ചർച്ച എന്നോണം ഹസ്ബൻഡിനെ വിളിപ്പിച്ച സമയത്ത് ഹസ്ബൻഡിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ആള് ഫുൾ ടൈം രാവും പകലും ജോലി ചെയ്യുന്ന ആളാണ്, ദിവസങ്ങളോളം യാത്ര ചെയ്ത് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി ഓൾമോസ്റ്റ് ഒരു 2-2.5 ലക്ഷം രൂപയോളമൊക്കെ ഒരു മാസം ഒരു കുടുംബത്തിന് വേണ്ടി, അതായത് 4 ആളുള്ള ഒരു കുടുംബത്തില്ല, 4-5 ആളുള്ള ഒരു കുടുംബത്തിന് വേണ്ടി, കുഞ്ഞു മക്കളടക്കട്ടോ, അതായത് മക്കളും ഭാര്യയും ഭർത്താവിന്റെ ഉമ്മയും മാത്രമുള്ള ഒരു കുടുംബത്തിന് വേണ്ടി ഇത്രയും രൂപ ചെലവാക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അയാളുടെ ഒരു രാവും പകലും ഉള്ള അധ്വാനത്തിന്റെ ഇടയിൽ ഈ 3 കുട്ടികളെ പരിപാലിച്ച് ഈ പറയുന്ന ഉമ്മാനെ പരിപാലിച്ച് ആ വീട്ടിനകത്ത് നിൽക്കുന്നത് കൊണ്ട് അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനായിട്ട് വീണ്ടും സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നു എന്നാണ് ഭാര്യയുടെ ഒരു ടോട്ടൽ കാഴ്ചപ്പാട് വരുന്നത്. ഇതിൽ എന്താണ് കോൺഫ്ലിക്റ്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ ആഗ്രഹം നേടേണ്ടത്, ആ ആഗ്രഹം ഞാൻ നേടിയിട്ട് എനിക്കൊരു സന്തോഷം ഉണ്ടാവേണ്ടത്, അത് ഞാൻ നേടുന്ന സമയത്ത് അതിൽ ആഹ്ലാദിക്കാനായിട്ട് എൻ്റെ ബഷി ഉണ്ടാവണം, എൻ്റെ ഉമ്മ ഉണ്ടാവണം, എൻ്റെ ബഷിയുടെ ഫാമിലി ഉണ്ടാവണം, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഉണ്ടാവണം, എൻ്റെ കുട്ടികളുടെ കൂടെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ആ സന്തോഷം എനിക്ക് പൂർണ്ണമായിട്ടും എന്താ പറയാ ഉൾക്കൊള്ളാനും, അല്ലെങ്കിൽ ആ സന്തോഷം കൊണ്ടൊരു കാര്യമുള്ളൂ, ഞാൻ നേടി എന്നുള്ളതിലൊരു കാര്യമുള്ളൂ അല്ലെ. ഞാനിപ്പോ നല്ലൊരു വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിൽ ആ വസ്ത്രം ധരിച്ച് കണ്ടിട്ട് ആരെങ്കിലും എന്നെ നോക്കിയിട്ട് പറയണം, ഇന്ന് നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ, ഒന്ന് നല്ല ഈ ഡ്രസ്സ് കാണാൻ രസമുണ്ടല്ലോ, അങ്ങനെ ഒരാൾ പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു ഹാപ്പിനെസ് കിട്ടുന്നുള്ളൂ. നമ്മൾ നന്നായിട്ടൊരു ക്ലാസ് എടുക്കുന്ന സമയത്ത്, ഇവൻ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്തായിരിക്കാം, ഇതിന്റെ നല്ല രീതിയിൽ ഓക്കെ ഞാൻ പറഞ്ഞ കാര്യം അതേ ലെങ്ത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ആ ഒരു കാര്യത്തിൽ നിങ്ങൾ അതിന്റെ താഴെ ഒരു നല്ല കമന്റ് ഇടണമെന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കും ഞാൻ വീഡിയോ ഉണ്ടാവുക. അതിന് ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് മൊത്തം നെഗറ്റീവ് കമന്റാ വരുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ഉണ്ടാവുന്ന ഫീലിങ്സ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇതേപോലെയാണ് പല അച്ചീവ്മെന്റ്സും, പല സെലിബ്രിറ്റീസും ഉയരങ്ങൾ കീഴടക്കി തിരിഞ്ഞു നോക്കുമ്പോൾ അവരവിടെ കുറേ കാര്യം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. അവരുടെ ഫാമിലി ലൈഫ് ആയിരിക്കും അതിലും ചിലപ്പോൾ മിക്കതും
കൂടുതലും ഉണ്ടാവുക അവരുടെ ഫാമിലി ലൈഫ് ആയിരിക്കും. ഈ ഫാമിലി ലൈഫ് നഷ്ടപ്പെടാനുള്ള റീസൺ എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ നേടുക എന്നുള്ള, അതായത് എല്ലാവരും പറയുന്നുണ്ടല്ലോ സ്ത്രീകൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവും, സ്ത്രീകൾ ആ സ്വപ്നങ്ങളെ നോക്കി പോകണം, പുരുഷന്മാർക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവും. ഇവര് ചിലപ്പോൾ കുറെ ട്രിപ്പ് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് യാത്ര ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ നേടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. അവരവരുടെ പല ഡ്രീംസും സാക്രിഫൈസ് ചെയ്തിട്ട് ഭർത്താക്കന്മാര് ചെയ്യുമ്പോൾ അത് കടമയും, ഭാര്യമാര് ചെയ്യുമ്പോൾ അത് അച്ചീവ്മെന്റും ആയിട്ട് മാറിപ്പോകുന്ന കുറെ സാഹചര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ പുള്ളിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടൈമിൽ ഇവളുടെ ഡ്രീംസിന് വേണ്ടിയിട്ട് പുള്ളി ക്യാഷ് ചെലവാക്കിയിട്ടുണ്ട്, പഠിപ്പിക്കാൻ വിട്ടിട്ടുണ്ട്, അതേപോലെ എന്താ പറയാ മൊബൈൽ ഫോണ് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, മൈക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, ജിമ്മിൽ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ആളുടേതായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ. ഇപ്പോഴും ഓൾക്ക് എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യണമെങ്കിൽ പുള്ളിയാണ് എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് കിട്ടുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറെന്റ് ആണ്. എനിക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്നുമല്ല. പക്ഷെ എന്റെ കഴിവിൽ വിശ്വസിക്കുന്നുണ്ട്. ആൻഡ് എന്റെ കഴിവിൽ എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാനാ വാങ്ങിയിട്ടുള്ളത്. എന്റെ ഷൂട്ട് കാര്യങ്ങൾ ബാക്കിയുള്ള ബഷിക്ക് എന്തെങ്കിലും കോസ്റ്റ്ലി ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിലൊക്കെയാണ് ഞാൻ എന്റെ ഹാപ്പിനെസ് കാണുന്നത്. അതായത് പുള്ളി എന്നെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല എന്റെ ഹാപ്പിനെസ്, പുള്ളി എന്നെ എമോഷണലി സപ്പോർട്ട് ചെയ്യുന്നു. ഹി ഈസ് ലെറ്റിംഗ് മീ, അതായത് എന്നെ ഇന്റർഫിയർ ചെയ്യാതെ എന്റെ കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് ഓക്കെ നീ അത് ചെയ്യുന്നെങ്കിൽ ചെയ്തോ, അതിന് നിനക്ക് കഴിവുണ്ട് എന്ന് പറയുന്ന ആ ഒരു വേർഡാണ് എനിക്ക് കിട്ടുന്ന സപ്പോർട്ടെങ്കിൽ, ഇപ്പുറത്ത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് കുറെ കാര്യങ്ങൾ ആള് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് ആ ഒരു സെലിബ്രിറ്റിക്ക് കിട്ടുന്ന അതേ സപ്പോർട്ടായിരിക്കണം. അല്ലെങ്കിൽ ആ ഒരു സെലിബ്രിറ്റി പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം എന്റെ ഹസ്ബൻഡിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അയാളൊരു പൊട്ട മൂരാശി, എന്താ പറയാ മൂരാശി കെട്ടുവൻ, എന്റെ എല്ലാ സ്വപ്നങ്ങളെയും എതിർക്കുന്ന കെട്ടുവൻ എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് സാധാരണ പാവപ്പെട്ട സ്ത്രീകൾ വീണ് പോകുന്നുണ്ട് എന്നുള്ളതാണ്. എന്റെ ഭർത്താവിന്റെ അടുത്ത്, എന്റെ ഭർത്താവ് എനിക്ക് തരുന്ന സപ്പോർട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ അത് സപ്പോർട്ടായിട്ട് തന്നെ കാണണ്ടാവില്ല. എന്റെ ഒരു ഭാര്യയുടെ സ്വപ്നങ്ങൾ നേടിപ്പോണതിന് ഭർത്താവ് എതിർക്കുന്നില്ല എന്നുള്ളത് തന്നെ എങ്ങനെയാണ് സപ്പോർട്ടായിട്ട് വരാന്ന് എനിക്ക് നിങ്ങൾ തിങ്ക് ചെയ്യുക. പക്ഷെ എന്റെ ഭർത്താവ് എന്റെ അടുത്ത് നേടി നിനക്കത് പറ്റും, നീ അത് ചെയ്തോട്ടോ എന്ന് പറയുന്ന ഒരു വേർഡാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ചിലപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പറയുന്നുണ്ടാവും, ഇതേ കാര്യം ഭർത്താവ് പറയുന്നുണ്ടാവും, അവരെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പൈസ ആയിരിക്കും, ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും, അത് ഭർത്താവ് കൊടുക്കുന്നുണ്ടാവും. ഇത് ധാരാളം കിട്ടുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാക്കായിരിക്കും അല്ലാണ്ടിരിക്കുക. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാല് മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ നോക്കിയിട്ട് അയാൾ പറയുന്ന ഒരു വാക്ക് എടുത്തിട്ട് ആ ഒരു വാക്ക് എന്റെ ജീവിതത്തിലുണ്ടോ, അതാണ് നിങ്ങൾ ആലോചിക്കണം. ആ ഒരു വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാന്നുണ്ടെങ്കിൽ എന്റെ ജീവിതം ഫെയിലിയർ ആണ്. പകരം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവില്ല. അതായത് നിങ്ങളുടെ ഭർത്താവ് എന്തൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട്, അതിൽ എന്തൊക്കെ നിങ്ങൾക്ക് ഹാപ്പിനെസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്, പുള്ളി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി പുള്ളി എന്തൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, സ്ത്രീകളുടെ സാക്രിഫൈസ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ വരും അല്ലെ. അപ്പൊ ഇതേപോലെ നിങ്ങളുടെ ഹസ്ബൻഡും സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് ഒന്നുമില്ല, യാതൊരു തരത്തിലും പുള്ളി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, നിങ്ങളുടെ എല്ലാ കഴിവുകളെയും പുള്ളി എന്താ പറയാ മുളയിലെ നുള്ളിക്കളയാണ്, നിങ്ങളെ പുള്ളി ഭയങ്കരമായിട്ട് ചവിട്ടി താഴ്ത്താണ്, ഇറിറ്റേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ നിങ്ങൾ പുള്ളിയെ ടോർച്ചർ ചെയ്യാണ്, പുള്ളി നിങ്ങളെ ടോർച്ചർ ചെയ്യാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അത് റിയാക്ട് ചെയ്യണം. അത് വേറെ തന്നെ ഒരു കാര്യമാണ്. പക്ഷെ സാധാരണ സ്ത്രീകളുടെ കുടുംബം കലക്കാൻ ചെറിയ ചെറിയ ഡയലോഗ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്താ പറയാ കാര്യങ്ങൾ എടുത്തിട്ട് വന്നിട്ട് അത് എന്റെ ജീവിതത്തിൽ ഇല്ലല്ലോ, ആ ഒരു സെലിബ്രിറ്റിയുടെ ലൈഫിലുള്ള ആ ഒരു കാര്യം എന്റെ ജീവിതത്തിൽ ഇല്ലല്ലോ എന്നുള്ള കൈൻഡ് ഓഫ് ടോക്ക് നല്ലോണം വരുന്നുണ്ട്. നല്ലോണം പറഞ്ഞാല് ഇത് ഈ ഒരു ഇൻസിഡന്റ് നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ ഒരു കാര്യം 2 വർഷം കേൾക്കാതെ ജഡ്ജ് ചെയ്യരുത്. ഭാര്യമാര് പറയുന്നത് മാത്രം കേട്ടിട്ടും ജഡ്ജ് ചെയ്യരുത്, ഭർത്താവ് പറയുന്നത് മാത്രം കേട്ടിട്ടും ഒരു സെലിബ്രിറ്റിയുടെയും ലൈഫ് നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ പോകരുത്. 2 കൂട്ടരുടെ ഭാഗത്തും ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നം, ഇപ്പൊ എന്റെ വീട്ടിലൊരു പ്രശ്നം പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് മൊത്തം എന്റെ ശരികളായിരിക്കും, എന്റെ ന്യായീകരണങ്ങളായിരിക്കും, എന്റെ കാഴ്ചപ്പാടുകളായിരിക്കും. എന്റെ പശ്ചാത്തലത്തിൽ ഒരു കാര്യം പറയാം, ഓൻ പറയുന്നത് മൊത്തം ഓന്റെ കാര്യങ്ങളായിരിക്കാം. ഇതിൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. എന്നെ ഫോളോ ചെയ്യുന്ന കുറെ സ്ത്രീകൾ ഉണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുന്ന കുറെ സ്ത്രീകളുണ്ടാവും, ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ അവര് എന്നെ ജഡ്ജ് ചെയ്തിട്ട് എന്റെ ഒരു ടോട്ടൽ ഔട്ട്കം ആണ് പുറത്തോട്ട് പോകുന്നത്, ഒരു ടോട്ടൽ ട്രെൻഡാണ് പുറത്തോട്ട് പോകുന്നത്. ഇവിടെ സംസാരിക്കാത്ത ബഷി ഉണ്ടാവും, ചിലപ്പോൾ ഇൻട്രോവേർട്ട് ആയിരിക്കും, ഓരോരുത്തർ മൈക്ക് കൊണ്ടേ കൊടുത്താൽ തന്നെ ഒരു 4, 3, 7 വാക്കായിരിക്കും ചിലപ്പോൾ പറയുന്നുണ്ടാവും. അപ്പോൾ ഓന് കുറെ പ്രോബ്ലംസ് വേറെ ഉണ്ടായിരിക്കും. അപ്പോൾ ജഡ്ജ്മെന്റിലാവാതിരിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അവൻ സൈലന്റ് ആയിരുന്നിട്ട് 1, 2, 3 വാക്കുകൾ ഓന് സംസാരിക്കുമായിരിക്കും. അപ്പൊ ആ സംസാരിക്കുന്നതിൽ എന്നെ കുത്തി പറയുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പല ആൾക്കാർക്കും അവന്റെ ഭാഗത്തായിരിക്കും ശരി. ഇതിന്റെ എക്സാക്ട് ശരിയും തെറ്റും മനസ്സിലാവുന്ന വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ, അത് ആ വീട്ടിലുള്ളവരാണ്. അപ്പോൾ അവര് എന്ത് പറയണം അല്ലെങ്കിൽ അവരെന്ത് കാണിക്കണം, എന്ത് നിങ്ങളെ കൊണ്ട് എന്താ പറയാ നിങ്ങൾ എന്ത് കാണണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരായിരിക്കും. പക്ഷെ നിങ്ങൾ കാണുന്നതിൽ നിന്ന് എന്തെടുക്കണം, എന്ത് കാണണം, എന്ത് കാണണ്ട എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്.
ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊരു സാധനം ഉള്ളത് കൊണ്ട് തന്നെ അവർ നല്ലോണം അത് ഉപയോഗപ്പെടുത്തി അവർക്ക് ക്യാഷ് ഉണ്ടാവും, അവരുടെ കയ്യിൽ 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം ഒരു മാസം ഏർണിങ്സ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഇതൊക്കെ വെച്ചിട്ട് അവർ നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഭർത്താവിന്റെ ചെലവിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഭർത്താവ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന കുഞ്ഞു കുഞ്ഞു ഏർണിങ്സ് ഉണ്ടാക്കുന്ന ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ നിങ്ങളുടെ ലൈഫ് വെച്ചിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യും. ഇന്നത്തെ ലൈഫ് നാളത്തേക്ക് എങ്ങനെ ബെറ്റർ ആക്കാന്നുള്ള കാര്യങ്ങൾ നോക്കാന്നല്ലാതെ മറ്റൊരു വ്യക്തിയുടെ ലൈഫ് വെച്ചിട്ട് മറ്റൊരു വ്യക്തിയുടെ ഒപ്പീനിയൻസ് വെച്ചിട്ട് നിങ്ങളുടെ ലൈഫിനെ മോൾഡ് ചെയ്യരുത്. ഇനിയിപ്പോ ആര് പറയണത് കേട്ടാലും, ഞാൻ പറയുന്ന അഡ്വൈസ് കേട്ടാൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവണം. പിന്നെ എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ്, സാഹചര്യങ്ങൾ എന്നും എല്ലാവരുടെ ജീവിതത്തിലും എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഒരേപോലെ ആയിരിക്കില്ല. സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് ആളുകളുടെ തീരുമാനങ്ങൾ മാറും, അവരുടെ ജീവിത രീതികൾ മാറും, അവരുടെ കാഴ്ചപ്പാടുകൾ മാറും. അപ്പൊ ഇങ്ങനെ മാറുമ്പോൾ അത് നിങ്ങളെ പോസിറ്റീവായിട്ട് മാറ്റുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഉറപ്പുവരുത്തുക. സ്റ്റേ ഹാപ്പി. മാത്രമല്ല നിങ്ങളുടെ ജീവിതം ഇപ്പോ ഓൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തപ്പോ അല്ലെങ്കിൽ ഹസ്ബൻഡിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തപ്പം ഇവരുടെ ബ്രൈഡുകളുടെ പ്രശ്നം എന്താ പറയാ പഞ്ഞി പോലെ അലിഞ്ഞു പോയി. നമ്മളൊരു ടിഷ്യൂ പേപ്പർ വെള്ളത്തിലിട്ട് അലിഞ്ഞു പോയില്ലേ, അതേപോലെ അവരുടെ പ്രശ്നം അലിഞ്ഞു പോയി. അവർ ഭയങ്കര സ്നേഹത്തോടെ ജീവിക്കാനായിട്ട് തയ്യാറായി. അപ്പോ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് കുടുംബം കലക്കാതിരിക്കുക. അപ്പോ ഇത്രയൊക്കെയുള്ളൂ പറയാനായിട്ട്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.